ഹലോ ഹായ് എല്ലാവർക്കും ലെനുവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രിതു കൃഷ്ണ. നമ്മൾ വന്നിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏപ്രിൽ 1 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങൾ. അപ്പോ എന്താണ് നമ്മുടെ ചാനലിന്റെ പേര്? എന്താണ്? ലേണിനോ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്, നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: The 2026 Winter Olympics were hosted by which country? ഏത് രാജ്യത്താണ് 2026 വിന്റർ ഒളിമ്പിക്സ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി നോർവേ. ഏത് രാജ്യത്താണ്? The right answer is ഏതാണ് മക്കളെ? രാജ്യം ഇറ്റലിയാണ്. The 2026 Winter Olympics were held in Milan and Cortina d'Ampezzo, ഇറ്റലിയിൽ വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. നമ്മൾ പല പല ക്വസ്റ്റ്യൻസും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് വേഗം ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഓക്കെ, ഇനി എ മോഡൽ ജെമിനി നമുക്കറിയാലോ. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓരോ വീക്കിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എ മോഡൽ ജെമിനി വാസ് ഡെവലപ്ഡ് ബൈ വിച്ച് കൺട്രി? സോറി, വിച്ച് കമ്പനി? കൺട്രി അല്ല, കമ്പനി. ഓപ്ഷൻ എ മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ ബി ഓപ്പൺ എ ഐ, ഓപ്ഷൻ സി മെറ്റ, ഓപ്ഷൻ ഡി ഗൂഗിൾ. നമുക്കറിയാം അത് ഗൂഗിൾ ആണ്. ഗൂഗിൾ ഡെവലപ്ഡ് ദ ജെമിനി എ മോഡൽ ടു compete with advanced generative AI system globally. Next, മൂന്നാമത്തെ, which company launched the advanced AI chatbot ChatGPT? ChatGPT ലോഞ്ച് ചെയ്തത് ഏത് കമ്പനിയാണ്? നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതാണെന്ന് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ വന്നിട്ടുണ്ട്. ഏതാണ്? ഓപ്പൺ എ ഐ ആണ് അല്ലെ. ഓപ്പൺ എ ഐ ആണ്. ഓപ്പൺ എ ഐ ഡെവലപ്ഡ് ChatGPT, a generative AI chatbot based on large language models. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ലോഞ്ച്ഡ് ദ ഗ്രീൻ ഹൈഡ്രജൻ പോളിസി 2026? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കർണാടക. ദ റൈറ്റ് ആൻസർ ഈസ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് ലോഞ്ച് ചെയ്ത ഗ്രീൻ ഹൈഡ്രജൻ പോളിസി, 2026 ഗ്രീൻ ഹൈഡ്രജൻ പോളിസി ലോഞ്ച് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. ദ ഗ്ലോബൽ AI സബ്മിറ്റ് 2026 വാസ് ഹോസ്റ്റഡ് ബൈ വിച്ച് കൺട്രി? ഏത് രാജ്യത്ത് വെച്ചിട്ടായിരുന്നു ഗ്ലോബൽ AI സബ്മിറ്റ് നടന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ സബ്മിറ്റ്, ഉച്ചകോടി. സബ്മിറ്റ് എന്ന് പറഞ്ഞ ഉച്ചകോടി അല്ലെ. ഉച്ചകോടി 2026 നടന്നത് എവിടെ വെച്ചിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ UK, ഓപ്ഷൻ ബി USA, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ജപ്പാൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യ. ലോഡ് കൊടുത്തിട്ടുണ്ട് ഭാരത് 2026 ഇന്ത്യ നമ്മൾ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. ദ R-37M മിസൈൽ seen in the news in April 2026 was developed by which country? ഇതാണ് ആ മിസൈൽ. അപ്പോ അത് R-37 മിസൈൽ എന്നാണ് അതിന്റെ പേര്. നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ആ ഒരു മിസൈൽ ഏത് രാജ്യമാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ്. ഇസ്രായേൽ, റഷ്യ, USA, ചൈന. ദ റൈറ്റ് ആൻസർ ഈസ് ഏതാണ്? റഷ്യയാണ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ R-37 മിസൈൽ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ റേഞ്ച് ആൻഡ് സ്പീഡ് എന്ന് പറയുന്നത്, ഇത് ഈ ലോകത്തിന് വേൾഡ് ലോങ്സ്റ്റ് റേഞ്ച് എയർ ടു എയർ മിസൈൽ ആണ്. അപ്പോൾ അതിന്റെ മാക് 6 ആണ് ഇതിന്റെ സ്പീഡ് വന്നിട്ട് വരുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യാം. ലോങ്സ്റ്റ് റേഞ്ച്, വെറും ലോങ്സ്റ്റ് റേഞ്ച് ആണ്, വേൾഡ് ലോങ്സ്റ്റ് റേഞ്ച് എയർ ടു എയർ മിസൈൽ ആണ്. അതിന്റെ സ്പീഡ് അപ് ടു മാക് 26 ആണ് ഇതിന്റെ സ്പീഡ് വരുന്നത്. പിന്നെ അതിന്റെ ഓപ്പറേഷൻ റോൾ എന്ന് പറയുന്നത് ആക്സ് ഹെഡ് അല്ലെങ്കിൽ സ്കൈ റീപ്പർ എന്നൊക്കെയാണ് ആ പേര്. കാര്യം ഇത് ബിയോണ്ട് വിഷ്വൽ, നമ്മുടെ കാഴ്ചകൾക്കും അപ്പുറം കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. എനേബിളിംഗ് ഇറ്റ് ടു ഹിറ്റ് ടാർഗറ്റ് ഡീപ് വിത്തിൻ എനിമി ടെറിട്ടറി. അപ്പൊ ബോർഡർ കഴിഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഏബിൾ ടു നോൺ ബൈ ദ ടെക്നിക് ഓഫ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ഇന്റർസെപ്ഷൻ അല്ലെ. ഇനി ഗൈഡൻസ് സിസ്റ്റം യൂസ് എ മൾട്ടി സ്റ്റേജ് സിസ്റ്റം ഫീച്ചറിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനേർഷ്യൽ നാവിഗേഷൻ, മിഡ് കോസ്റ്റ് ഡേറ്റ ലിങ്ക് അപ്ഡേറ്റ്സ് എല്ലാം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റിംഗ് 60 കിലോഗ്രാം ഹൈ എക്സ്പ്ലോസീവ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലാർജ് എയർക്രാഫ്റ്റിനൊക്കെ സ്യൂട്ടബിൾ ആവാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ആധാർ ബേസ്ഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ഫോർ ക്രോപ്പ് പ്രൊക്യൂർമെന്റ് അറ്റ് മാൻഡിസ് ഇൻ ഏപ്രിൽ 2026?
അപ്പൊ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ഡി ഒഡീഷ, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ആധാർ ബേസ്ഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ. പക്ഷെ ഇതിനെതിരെ ഒരുപാട് സമരങ്ങളും അവിടെ നടന്നു കേട്ടോ. അപ്പൊ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത്? ആധാർ ബേസ്ഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ക്രോപ്പ് എന്ന് പറയുന്നത് ഈ വിളകളുടെ എല്ലാം ഒരു ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ക്വാളിറ്റി ഉള്ള വിളകൾക്ക് മാത്രമാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ മൊത്തം പ്രശ്നമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടിയാണിത്. ഏതാണത്? റൈറ്റ് ആൻസർ ഈസ് ഹരിയാന. ഓക്കെ, എട്ടാമത്തെ ചോദ്യം, വിച്ച് കമ്പനി ബിക്കം ദ ഫസ്റ്റ് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് FMCG? എന്താണ് ഫുൾ ഫോം? ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ഇൻ ഇന്ത്യ ടു ക്രോസ് 1 lakh crore turnover in FY 25-26. അപ്പൊ ഏത് കമ്പനിയാ ബിക്കം ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ് ആയത്? ഏത് കമ്പനിയാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ നെസ്ലെ കൊടുത്തിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ, ITC, അമൂൽ. ഏതാണ്? നെസ്ലെ അല്ല കേട്ടോ, അമൂലാണ്. അമൂൽ the taste of India become the first fast moving consumer goods. Okay, അടുത്ത ചോദ്യം, വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏപ്രിൽ 1-നാണോ, ഏപ്രിൽ 5-നാണോ, ഏപ്രിൽ 7-നാണോ, ഏപ്രിൽ 10-നാണോ? ശരിയായ ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടതാണ്. The right answer is option C, ഏപ്രിൽ 7. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ്? ഏപ്രിൽ 7-ാം തീയതിയാണ് വേൾഡ് ഹെൽത്ത് ഡേ. പത്താമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ഡാൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ? ഓപ്ഷൻ എ ഏപ്രിൽ 27, ഓപ്ഷൻ ബി ഏപ്രിൽ 28, ഓപ്ഷൻ സി ഏപ്രിൽ 29, ഓപ്ഷൻ ഡി ഏപ്രിൽ 30. എന്നാണ് ഇന്റർനാഷണൽ ഡാൻസ് ഡേ? റൈറ്റ് ആൻസർ ഈസ് ഏപ്രിൽ 29. ഏപ്രിൽ 29 ആണ് ഇന്റർനാഷണൽ ഡാൻസ് ഡേ. അപ്പൊ ഏപ്രിൽ 29 ഇന്റർനാഷണൽ ഡാൻസ് ഡേ. അപ്പൊ നമ്മള് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ മാസത്തിലെ ഓരോ വീക്കിലെയും കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തു. വേഗം, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേഗം പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മുടെ ആപ്പില് കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് കണക്ട് ചെയ്തിട്ട്, അതായത് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആപ്പിൽ അവൈലബിൾ ആണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.